നമുക്ക് കിരണിൻ്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ താര ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സരയു അങ്ങടേക്ക് ചെല്ലുന്നത്. സരയു ചെന്നിട്ട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ചോദിച്ചു. താര എന്താന്നുള്ള രീതി നോക്കുവാണ്. അതെ, ഗംഗാപ്രസാദ് ഉണ്ടല്ലോ, അവൻ്റെ മരണത്തിന് ഉത്തരവാദി, അവൻ്റെ കൊലയാളി ആരാന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വന്നു. അല്ല, അമ്മ അത് ന്യൂസ് ചാനൽ വെച്ച് കാണത്തില്ല ഇന്ന്, അതുകൊണ്ടായിരിക്കും അറിയാതിരുന്നേ. നമ്മളൊന്നും ഉദ്ദേശിച്ച ആളൊന്നും അല്ല ഗംഗയെ കൊന്നേന്ന് പറഞ്ഞു. ആരാന്ന് ചോദിക്കുകയാണ്. അവനുണ്ടല്ലോ ആ മനോഹർ, അവനാന്ന് പറയാണ്. ഇത്തവണ താര ശരിക്കും ഞെട്ടി. മനോഹർ എന്നുള്ള രീതി നോക്കുകയാണ്. അവനൊരു പുണ്യപ്രവൃത്തി ചെയ്തെന്നുള്ള രീതിയിലാണ് ഇപ്പം ഇരിക്കുന്നത്. പക്ഷെ അതൊന്നുമല്ല സത്യം. അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാലോ. പക്ഷേ എനിക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട്. മിക്കവാറും ഇനി ഇതിൻ്റെ പേരിൽ കിരണും കല്യാണിയൊക്കെ അവനെ സ്നേഹിക്കാണ്ട് തുടങ്ങും, മനോഹറിനെ. അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അപകടത്തിൽ ചെന്ന് കലാശിക്കുള്ളൂ, എനിക്കറിയാം. പക്ഷേ എൻ്റെ മോളെ എങ്ങാനും കൊണ്ട് കാണിക്കാനായിട്ട് അവർ ഭാവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഗംഗാപ്രസാദിനെ കൊന്നിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ പുണ്യാളാൻ ശ്രമിക്കുമായിരിക്കും ആ മനോഹർ എന്ന് പറയുന്നവൻ. അവനിനിയിപ്പം ഗംഗാപ്രസാദിനെ കൂടെ കൊന്നുകൊണ്ട് കുറച്ച് നാളും കൂടെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ തൂക്കാരൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല അവന്. അതിൻ്റെ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ എൻ്റെ മോളെ ഒരിക്കലും സ്വന്തമാക്കാനായിട്ട് അവന് സാധിക്കില്ല. ഇനിയിപ്പോൾ കിരണ കല്യാണി ആര് ശ്രമിച്ചാലും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സരിയു അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് വിക്രത്തിൻ്റെ അടുത്തേക്ക് സഹതടവുകാരൻ വരുവാണ്. എന്നിട്ട് പറഞ്ഞു, എടാ മനോഹറിനെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞു, ഇനി അവൻ പുറത്തേക്ക് പോകുമെന്ന് ചോദിച്ചു. പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യ തന്നെ അവനെ കൊന്നോളെന്ന് പറഞ്ഞു. എന്തിനാണ് നിനക്കൊക്കെ അവനോട് ദേഷ്യം എന്ന് ചോദിച്ചു. ദേഷ്യമോ? അവൻ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ആളൊന്നുമല്ല. 10-60 പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചവൻ അവന്. എന്നിട്ടാണ് അവനിപ്പം നല്ല പിള്ള ചമഞ്ഞ് നടക്കണേന്ന് പറഞ്ഞു. ഈ സമയത്ത് അയാൾ പറഞ്ഞു, അവൻ നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ മാറ്റം? അവനൊരു മാറ്റമില്ലെന്ന് പറഞ്ഞു. ചേട്ടൻ അവനെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാ. 10 തലയുള്ള രാവണനേക്കാളും തല അവന്. അവൻ്റെ തലച്ചോറ് അങ്ങനെയാന്ന് പറഞ്ഞു. അവൻ ശരിക്കും എന്തായതാണെന്ന് ചേട്ടന് മനസ്സിലായിട്ടില്ല. അവൻ ബുദ്ധി കൊണ്ടാ കളിക്കണേന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യം ഉറപ്പാ, അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യ അവന് കൊട്ടേഷൻ കൊടുത്ത് അവനെ തീർക്കും എന്നുള്ള കാര്യം അവർക്ക് വൈരാഗ്യമാണ്. അല്ല, എന്തിനാണ് ഇപ്പോഴും അവർ വൈരാഗ്യം വെച്ച് പുലർത്തുന്നു ചോദിച്ചു. എങ്ങനെ വൈരാഗ്യം ഉണ്ടാകാതിരിക്കും ചേട്ടാ, അവൻ്റെ സ്വഭാവം അങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജയിൽ വാർഡ് അങ്ങോട്ട് വന്നു. ജയിൽ വാർഡ് വന്നിട്ട് ചോദിച്ചു, കാര്യങ്ങൾ അറിഞ്ഞോന്ന് ചോദിച്ചു. എന്ത്? ഗംഗാപ്രസാദിനെ കൊന്ന ആരാന്നറിയാവോ? നമ്മളൊന്നും ഉദ്ദേശിച്ച് ആരും അല്ലെന്ന് പറഞ്ഞു. പിന്നെ ആരാ? ഇവിടുന്ന് ഒരുത്തം പോയില്ലായിരുന്നു, മനോഹർ, അവനായിരുന്നു പറഞ്ഞു. മനോഹറോ? ഞെട്ടിപ്പോയി വിക്രമൊക്കെ. അതെ, മനോഹർ തന്നെയാ. അല്ല, അത് പിന്നെ സാറേ, അതെങ്ങനെയാ അങ്ങനെ സംഭവിച്ചേ? എടാ, ഈ പറയുന്ന മനോഹരൻ ഞങ്ങൾക്ക് ആർക്കും പേടിയില്ലായിരുന്നു. ഗംഗാപ്രസാദിനായിരുന്നു ഞങ്ങൾക്ക് പേടി. പക്ഷേ ഗംഗാപ്രസാദിനെ അവനങ്ങ് തീർത്ത് കളഞ്ഞു. അതെങ്ങനെ? അവന് പരോളിൽ ഇറങ്ങിയിട്ട് തിരിച്ചു കേണ്ട ദിവസമായിരുന്നു ആ കാർത്തികയുടെ കല്യാണം. അന്ന് അവൻ്റെ കുഞ്ഞു വരുമെന്ന് ഓർത്ത് അവനങ്ങോട്ട് ചെന്ന. പക്ഷേ അവിടെ അവൻ്റെ കുഞ്ഞു വന്നില്ല. പകരം ഗംഗാപ്രസാദ് വന്നിട്ടുണ്ടായിരുന്നു. അവനെ അങ്ങ് തീർത്ത് കളഞ്ഞു. നൈസായിട്ട് അവൻ ഇങ്ങോട്ടേക്ക് പോന്നു. അതാ സംഭവിച്ചതെന്ന് പറഞ്ഞു. എന്നാലും എടാ, അവൻ അങ്ങനെ ഒരു പുണ്യപ്രവൃത്തി ചെയ്തു. ഇനിയിപ്പം നീ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നീയും കൂടെ അങ്ങ് തീർന്ന് കിട്ടുമായിരുന്നു, ഞങ്ങൾക്കിവിടെ പുണ്യാഹം തളിക്കാരെന്ന് പറഞ്ഞിട്ട് വാട്ടൻ അങ്ങോട്ട് പോയി. വിക്രത്തിനങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ടെൻഷനായിരുന്നു. വിക്രം പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏട്ടാ, അവൻ കുറുക്കനാന്ന്. കണ്ടില്ലേ കാര്യം നടത്തിയത്? എന്നാലും ഇത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല. അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തേ? ദൈവമേ, വിക്രത്തിന് ആകെപ്പാടൊരു ടെൻഷനായി. ഇതുവരെ ഇല്ലാത്തൊരു ടെൻഷൻ അവനെ പിടികൂടുന്നുണ്ട്. പിന്നീട് കിരണും കല്യാണിയും കൂടെ സംസാരിക്കുന്ന സമയത്ത് കിരൺ പറഞ്ഞു, പാവം മനോഹർ കുഞ്ഞിനെ കാണണമെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളതൊന്നും കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അത് ശരിയാ, അവനൊരു പുണ്യപ്രവൃത്തിയല്ലേ ചെയ്തേ. ശരിക്കും ഗംഗാപ്രസാദ് എന്ന് പറയുന്നവൻ പണ്ടേ തീരേണ്ടതായിരുന്നു പറഞ്ഞു. നമുക്ക് വേണ്ടിയിട്ടല്ലേ കിരണേട്ട അവനിതൊക്കെ ചെയ്തേ. അവനെനിക്കൊന്ന് പോയി കാണാൻ പറ്റുമായിരുന്നെങ്കിൽ കാണാൻ പോലും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അതെ, നിന്റെ കാര്യമൊക്കെ അവനറിയാം, അവനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാഹുൽ മരിച്ച കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു പറഞ്ഞു. കിരണേട്ട, എന്നാലും അവനെ ഒന്ന് പോയി കാണുമായിരുന്നെങ്കിൽ. പോയി കാണാം. അല്ല, സ്റ്റെഫി അറിയോ മറ്റോ ചെയ്തോ ഗംഗ മരിച്ച കാര്യം? ചിലപ്പോൾ അറിഞ്ഞു കാണും. ഇല്ല, വേണം ഞാൻ പോയി അറിയിച്ചോളാം അവളെ. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം അത്. അവളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ഗംഗാപ്രസാദ് മരിച്ച കാര്യമൊക്കെ, മനോഹർ കൊന്നതെന്നൊക്കെ പറയുമ്പോൾ. എന്നാലും കിരണേട്ട സൂക്ഷിക്കണം അവളെ. അവളും വിഷവിത്താന്ന് പറയണം. അവൾ പുറത്തുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ വെറുതെ ഇരിക്കില്ലായിരുന്നു പറഞ്ഞു. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ കല്യാണി, നീ വിഷമിക്കാതിരിക്കുക. ശത്രുക്കൾ ഓരോന്നോരോന്നായിട്ട് തീർത്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ആ വിക്രമുണ്ട്. മനോഹർ പറഞ്ഞെന്താണെന്നറിയോ? വിക്രത്തിനെ ഞാൻ തീർത്തോളാം സാറേ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു, അങ്ങനെ അബദ്ധമൊന്നും കാണിക്കണ്ടെന്ന്. വെറുതെ അവൻ്റെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല. അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. മോളെ ഇടയ്ക്കിടയ്ക്ക് അങ്ങാനും മാസത്തിൽ ഒന്നെങ്കിലും അവനെ ഒന്ന് കൊണ്ട് കാണിക്കണം. അവൻ്റെ മനസ്സിന് സന്തോഷം കൊടുക്കണം. നമുക്ക് വേണ്ടി ഇത്രയും വലിയ കാര്യം ചെയ്ത് കഴിഞ്ഞപ്പം അവന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ കിരണും കല്യാണിയും കൂടെ ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പോഴാണ് മനോഹറിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ. 42 വയസ്സുള്ള മനോഹർ ഇത് ഈ പ്രായത്തിടയ്ക്ക് 10-60 പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവതാരി ആ കാര്യം പറഞ്ഞത്. ഇപ്പോൾ കിട്ടിയ വാർത്തയെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെഫി എന്ന ക്രിമിനൽ വനിതാ സെല്ല് ചാടി എന്നുള്ള കാര്യങ്ങളൊക്കെ അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും കിരണും കല്യാണിയും ഞെട്ടി. അവൾ ജയിലിൽ ചാടുവോ? ഇത്ര പെട്ടെന്നോ? എന്നാലും പെണ്ണുങ്ങൾ ജയിലിൽ ചാടുക എന്ന് പറഞ്ഞാൽ അത് സ്റ്റെഫി പെട്ടെന്ന് തന്നെ കല്യാണി കിരണോട് പറഞ്ഞു, കിരണേട്ടാ ഇത് സത്യമായിരിക്കും. സത്യമല്ലാതെ എന്തായാലും ന്യൂസ് ചാനൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലല്ലോ. അത് കേട്ടോണ്ടാണ് ശാന്ത ചേച്ചി അങ്ങോട്ട് കിടന്ന് ജോലിക്കാരി. ശാന്ത ചേച്ചി പറഞ്ഞു, മോളെ എങ്കിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അവൾ അപകടകാരി അല്ലേന്ന് ചോദിച്ചു. കിരൺ പറഞ്ഞു, അത് കല്യാണി സൂക്ഷിക്കണം, നമ്മളെപ്പോലെ തന്നെ സൂക്ഷിക്കേണ്ട ആൾക്കാരാണ് കാർത്തിക ലക്ഷ്മിയമ്മയെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അത് ശരിയാ, ചിലപ്പോൾ ഈ പറയുന്ന മനോഹറിനോട് അവൾക്ക് അത്ര ദേഷ്യം കാണത്തില്ല. ഗംഗാപ്രസാദിനെ കൊന്നെ എന്നോടും കിരണേട്ടനോടും കാർത്തികേച്ചിയോടൊക്കെ ആയിരിക്കും ദേഷ്യം കൂടുതൽ. അതെ, അതെനിക്കറിയാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്റ്റേഷനിൽ വരെ ഒന്ന് പോട്ടെ, CI ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ശരി കിരണേട്ട പോയിട്ട് വാ, എന്താ ഏതെങ്ങനെയൊന്നും അറിയത്തില്ല. അവൾ ജയിലിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അത് ആപത്താണ്. കാരണം അവളുടെ ചിങ്കിടികളും പുറത്തുണ്ട് ഗംഗാപ്രസാദിൻ്റെ. അവരൊക്കെ ഒത്തിയറന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും എന്നുള്ള കാര്യം കല്യാണിക്കും കിരണിനും ഒക്കെ അറിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കിരൺ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. പിന്നീട് CIയെ കാണുവാണ്. CI ചോദിച്ചു, കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കാണുമല്ലോ അല്ലേ? അതെ സാറേ അറിഞ്ഞു. ആ സ്റ്റെഫി പുറത്ത് ചാടിയേക്കുന്നതല്ലേ? അതെ, അവൾ പുറത്ത് ചാടിയിട്ടുണ്ട്. വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടാണ് ചാടിയെന്ന് തോന്നേ. ഗംഗാപ്രസാദിൻ്റെ കൂട്ടാളികൾ പുറത്ത് കാണുമല്ലോ, അപ്പോൾ അവരുമായിട്ട് ചേർന്ന് പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കാനാന്ന് തോന്നേ. ആ സമയത്ത് കിരൺ പറഞ്ഞു, ആകെപ്പാടൊരു ബാധ്യതയായിട്ട് മാറിയിരിക്കുക സാറേ. അല്ലടോ, ഇനിയിപ്പോൾ അവളെ പൊയ്ക്കൊണ്ട് വരാൻ ഞങ്ങൾ വല്ല കാട്ടിലേക്കും വരണ്ട വരുമെന്ന് ചോദിച്ചു. അതെന്താ സാറേ അങ്ങനെ പറഞ്ഞേ? പറഞ്ഞെന്നേ ഉള്ളൂ. കാരണം രാഹുലിനെ ഇവർ തീർത്താന്നുള്ള കാര്യം CIക്ക് അറിയാം. അപ്പോഴേക്ക് CI പറഞ്ഞു, എടോ കാര്യങ്ങളൊക്കെ ഒരുമാതിരി എനിക്കറിയാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്റ്റെഫിയുടെ കാര്യത്തിൽ സ്റ്റെഫിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ചോദിക്കാനും പറയാനും ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ, അവളുടെ വീട്ടുകാരൊക്കെ അവളെ ഉപേക്ഷിച്ചാൽ പറ്റില്ല. അവളെക്കുറിച്ച് അങ്ങനെ അന്വേഷിക്കാറൊന്നും ഇല്ലാന്ന് തോന്നേ. അവൾ പരാതി കൊടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവളെക്കുറിച്ച് ചോദിക്കാനൊന്നും ആരും വരത്തില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് കിരൺ പറഞ്ഞു, ഓരോ കുടുക്കളും മാറുമ്പോഴത്തേനും ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയുള്ള സാറേ. കൂടുതൽ ശക്തിയോടെ ഇപ്പോൾ അടുത്ത സ്റ്റെഫി ഇറങ്ങിയിരിക്കുന്നു. ഇനിയിപ്പം ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇത് കൂടുതൽ സൂക്ഷിക്കണം, അവൾ അപകടകാരിയാണ്. അവൾ പുറത്തിറങ്ങിയിരിക്കുന്നത് വെറുതെ ആയിരിക്കില്ല. മനോഹറിനേക്കാളും ശത്രുത കൂടുതൽ നിങ്ങളോടായിരിക്കും എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം സാറേ, അങ്ങനെ തന്നെയാണ് ഞങ്ങളും മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, അവൾ ചിലപ്പം വല്ല മനുഷ്യബോംബായിട്ട് വരാനും ചാൻസ് ഉണ്ട്. അവൾക്ക് ഇനിയിപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ല. അവളുമായിട്ട് സംസാരിച്ചിരുന്ന എനിക്കൊരു കാര്യം വ്യക്തമായത്, ഗംഗാപ്രസാദിന് വേണ്ടിയിട്ട് മരിക്കാൻ പോലും തയ്യാറായിട്ട് അവൾ നടന്നിരുന്നത്. ഇനിയിപ്പോൾ അവൻ മരിച്ച സ്ഥിതിക്ക് അവൾക്കും മരിക്കാനായിട്ട് മടിയൊന്നും ഇല്ലായിരിക്കും. അവളും മിക്കവാറും മരണത്തിലേക്ക് പോകും. പക്ഷെ അതിനു മുമ്പ് ആരെയിലുമൊക്കെ തീർത്തിട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അല്ല സാറേ, മനോഹറിന് അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, അവൻ്റെ കാര്യം ഒന്നും ഓർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ പോയി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ മനോഹറിൻ്റെ അടുത്തേക്ക് കിരൺ ചെല്ലുവാണ്. കിരൺ ചെന്ന് കഴിഞ്ഞിട്ട് മനോഹറിനോട് പറഞ്ഞു, എടാ നീ അറിഞ്ഞോ കാര്യങ്ങളൊക്കെ? സ്റ്റെഫി ജയിലിൽ ആടിയിരിക്കുന്നത്. ചാട്ട സാറേ, സാരമില്ല, സാറും കല്യാണി മാഡമൊക്കെ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. എടാ എനിക്ക് പേടിയില്ല, പക്ഷെ നിനക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്നാ സാറേ. എനിക്ക് എൻ്റെ മോളെ കാണുന്നു മാത്രമേ ഉള്ളൂ. എൻ്റെ മോളെ ഒന്ന് കൊണ്ട കാണിക്കാൻ പറ്റുമോ നോക്കട്ടെടാ, ഞാൻ കൊണ്ട കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ, നീ ധൈര്യമായിട്ടിരിക്കുക, വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എടാ പിന്നെ നിനക്കൊരാപത്തും വരില്ലെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. അത് പിന്നെ സാറേ വരാനുള്ളതാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല ഇനിയിപ്പം നിന്നെ കോടതിയിലേക്ക് എങ്ങാനും കൊണ്ടുപോകുന്ന സമയത്ത് സ്റ്റെഫി അവളുടെ കൂട്ടർ ഇറങ്ങി നിൽക്കുമോ? അത് ശരിയാ, അങ്ങനെ വരാനും വഴിയുണ്ട്, നോക്കട്ടെ. അവളെ കൊണ്ട് അങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അവൾ എന്തേലും ചെയ്യട്ടെ. പക്ഷെ എൻ്റെ ആഗ്രഹം അതല്ല. എനിക്ക് അതിനു മുമ്പ് എൻ്റെ മോളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുശേഷം മരിച്ചാലും കുഴപ്പമില്ല സാറേ. അല്ലെങ്കിലും അവനെപ്പോലൊരു ദുഷ്ടനെ കൊന്നിട്ട് മരിക്കുന്നതിൽ അന്തസ്സുള്ളെന്നൊക്കെ മനോഹർ പറയണം. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ കിരണിനും ഭയങ്കര ടെൻഷനായി. പാവം, തങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു പുണ്യകർമ്മം ചെയ്തിട്ട് അവനെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. കിരൺ പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് ധൈര്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.